എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമുണ്ട്. ലഹരി മാഫിയയുടെ പിന്നാലെ കൂടിയതാണ്. അതിൻ്റെ ഫലം എന്തായിരുന്നു? വണ്ടിയിടിച്ച് കൊല്ലാൻ വരെ ശ്രമിച്ചു എന്നാണ്. അതായത് ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. നമ്മുടെ നിയമങ്ങൾ ദുർബലമാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അളവ് കുറവാണെന്ന് പറഞ്ഞിട്ട് കഞ്ചാവ് കേസിലെ പ്രതികളെയൊക്കെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയാണ്. നമ്മുടെ ചെക്ക് പോസ്റ്റുകളുടെ സ്ഥിതിയാണെങ്കിൽ അതീവ ദയനീയമാണ്. മയക്കുമരുന്നിൻ്റെ ലഭ്യത കുറക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ വളരെ ദുർബലമാണ്. മയക്കുമരുന്ന് വിൽപ്പനയ്ക്കിടെ പ്രതികളെ പിടികൂടിയ ചിത്രങ്ങൾ നമ്മൾ പത്രത്തിൽ കാണും. അപ്പോൾ അതിൻ്റെ പുറകിൽ എക്സൈസുകാർ നിൽക്കുന്നുണ്ടാവും. ഈ പിടിച്ചെടുത്ത വസ്തുക്കളൊക്കെ നമ്മൾ കാണും. പക്ഷെ പിന്നെയും ഇങ്ങനെ ഇത് പിടിക്കുകയാണ്, അല്ലെങ്കിൽ പിടിക്കപ്പെടാതെ പോവുകയാണ്. അവിടെയാണ് നമ്മുടെ കുറ്റാന്വേഷണ സംവിധാനങ്ങളുടെ പരാജയം എന്ന് പറയുന്നത്. പിടിക്കപ്പെട്ടവരിൽ അന്വേഷണം ഒതുങ്ങുന്നു. ഇതിൻ്റെ ഉറവിടങ്ങളിലേക്കോ കണ്ണികളിലേക്കോ അന്വേഷണം പോകുന്നില്ല. അപ്പോൾ ഒരാളെ പിടിച്ചാൽ മറ്റൊരാളിലൂടെ കച്ചവടം തുടരുകയാണ്. പിടിക്കപ്പെട്ടവരുടെ ഫോട്ടോ അല്ലാതെ ആരിൽ നിന്ന് കിട്ടി, എവിടെ നിന്ന് കിട്ടി, ഇതൊന്നും അന്വേഷിക്കുന്നേ ഇല്ല. അപ്പോൾ ഉൽപ്പാദകരും കുത്തക വിതരണക്കാരൊക്കെ സുരക്ഷിതരാണ്. ദിവസേന നൂറുകണക്കിന് കേസുകളാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഉറവിടം അന്വേഷിച്ച് പോയിട്ട് യഥാർത്ഥ പ്രതികളെ പിടികൂടിയ കേസുകൾ വളരെ അപൂർവമാണ്, വളരെ കുറച്ചാണ്. അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. മയക്കുമരുന്ന് കേസ് എന്ന് പറയുന്നത് ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഉറവിടങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആരാണിത് ചെയ്യേണ്ടത്? അപ്പോൾ നാട്ടിൽ മയക്കുമരുന്ന് വ്യാപകമാണ് എന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഈ മയക്കുമരുന്ന് വ്യാപകമാകാൻ ആരാണ് കാരണമെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഭരണകൂടം എന്നാണ്. അതായത് നിയമ സംവിധാനങ്ങളുടെ അപാകത എന്നാണ്.